കൂടെ വന്ന ആനയെ കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോഴേ ഐഷൂട്ടി കൂളായിട്ട് നമ്മുടെ കൂടെ വന്നു കേട്ടോ. സ്വന്തമായ ഒരു ഇരിപ്പിടം ഉറപ്പിച്ച് ആളിതാ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എയർപോർട്ടിനകത്ത് കണ്ട ഒരു കഫേയുടെ സൈഡിൽ ഇതുപോലെ ഒരു ഓട്ടോയുടെ ഹാഫ് ബോഡി കിടപ്പുണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരും അതിന്മേൽ കളിയായേ. ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് നടക്കുകയാണ്. എൻ്റെ മക്കളുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ജേർണിയാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയമായപ്പോഴേക്കും നമ്മുടെ ഐഷൂട്ടി ഇതാ നല്ല ഉറക്കമായിപ്പോയി. അത്രയ്ക്ക് കളിയായിരുന്നു അവിടെ. ആ സമയപ്പോഴേക്കും ഞാൻ എക്സൈറ്റ്മെന്റ് കൊണ്ട് നിൽക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഫ്ലൈറ്റിനകത്തോട്ട് കയറിയപ്പം എല്ലാം അങ്ങ് പോയി. നമ്മുടെ KSRTC ബസ്സിൻ്റെ സീറ്റിന് ഇതിനേക്കാളും ഭംഗി കാണുമെന്നാണ് തോന്നി. പിന്നെ കുറച്ച് നേരം ഇരുന്നൊക്കെ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് കയറുന്ന ഫ്ലൈറ്റ് അല്ലേ, അതുകൊണ്ട് എനിക്കിതങ്ങ് ഇഷ്ടമായി. ഇതിനിടയ്ക്ക് ക്യാബിൻ ക്രൂസ് നമുക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ പറയണ്ടല്ലോ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ഓരോരോ കാഴ്ചകളും ഞാനും മോനും നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. എന്ന് പറഞ്ഞ് ഇതിനിടയ്ക്ക് നന്നായിട്ട് ഉറങ്ങാനും ഞങ്ങളാരും പിശുക്ക് കാണിച്ചില്ല കേട്ടോ. നന്നായിട്ട് ഉറങ്ങാനും പറ്റി. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഈ ടിക്കറ്റുകൾ ഞങ്ങൾ ബുക്ക് ചെയ്തത് നല്ല തീ വിലയ്ക്ക് തന്നെ ആയിരുന്നു കേട്ടോ. 5.5 മണിക്കൂർ നീണ്ട യാത്രയിൽ ഞങ്ങൾക്ക് ആകെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയത് ഈ ഒരു വെള്ളം മാത്രം. പിന്നെ നമുക്ക് കിട്ടിയ മെനുകൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതിലുള്ള 5 ഐറ്റംസിൽ 4 എണ്ണവും കാണത്തില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. ഒന്നുണർന്ന് എഴുന്നേറ്റപ്പോഴേക്കും ഐഷൂട്ടി ഉഷാറായി. ഇതാ അടുത്തിരുന്ന അങ്കിളുമായിട്ട് കമ്പനിയായ ആൾ കുശലം പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ 5.5 മണിക്കൂറത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ലാൻഡിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട്. അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ദമാം എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യുന്നത്. ഇനി പുതിയൊരു രാജ്യം, പുതിയ സ്ഥലങ്ങൾ, പുതിയ കാഴ്ചകൾ ഇതൊക്കെ കാണാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. വിൻഡോയിലൂടെ നോക്കിയപ്പോൾ ദാ ലഗേജസ് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ദമാമിലെത്തി. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.